മനം കവരുന്ന പ്രകൃതി മനോഹാരിത കൊണ്ട് അനുഗ്രഹീതമാണ് ആമസോൺ മഴക്കാടുകൾ. ആമസോണിൽ കാണപ്പെടുന്ന ജൈവ വൈവിധ്യങ്ങളാണ് ഈ കൊടുംകാടിനെ ഇത്രയേറെ സുന്ദരമാക്കിയത്. വൈവിധ്യങ്ങളെന്നും മനുഷ്യ മനസ്സുകൾക്ക് ഒരു ഹരമാണ്. നമ്മുടെ ഇന്ത്യയുടെ സൗന്ദര്യം തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത രീതികളുടെ വ്യത്യസ്തതകളാണെങ്കിൽ, ആമസോൺ വനത്തിനുള്ളിൽ ജീവിക്കുന്ന വ്യത്യസ്തരായ ജീവജാലങ്ങളും സസ്യവർഗങ്ങളുമാണ് ഈ മഴക്കാടുകളുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടിയത്. നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സസ്യവർഗങ്ങളും ജന്തുജാലങ്ങളുമാണ് ആമസോൺ മഴക്കാടുകളിലെ പ്രധാന ആകർഷണം. രൂപം കൊണ്ടും വർണ്ണം കൊണ്ടും സുന്ദരന്മാരും സുന്ദരികളുമായവ. 10,000-കണക്കിന് സസ്യവർഗങ്ങൾ, 2,000 തരം പക്ഷികൾ, ഏതാണ്ട് 25 ലക്ഷം പ്രാണി സ്പീഷീസുകളും സസ്തനികളും ആമസോൺ വനത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അവയിൽ 4,000 തരം സസ്യങ്ങൾ, 2,200 തരം മീനുകൾ, 1,294 പക്ഷി ഇനങ്ങൾ, 427 തരം സസ്തനികൾ, 428 ഉഭയജീവികൾ, 378 ഇനം ഉരഗങ്ങൾ എന്നിവയെ ഇവിടെ നിന്നും ശാസ്ത്രീയമായി വർഗീകരിച്ചിട്ടുണ്ട്. മൃഗശാലകളിലും സിനിമകളിലുമൊക്കെ കൗതുകം സൃഷ്ടിക്കുന്ന ജന്തുജാലങ്ങളിൽ ഭൂരിഭാഗവും ആമസോണിൽ നിന്നുള്ളവയാണ്. ആകാശക്കാഴ്ചയിൽ വിശാലമായി പരന്നുകിടക്കുന്ന ഈ കൊടുംകാടുകൾക്ക് അവകാശപ്പെടാൻ സ്വന്തമായി ഒരു രാജ്യമില്ല. 9 രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന ആമസോൺ മഴക്കാടുകളിൽ 60% ബ്രസീലിലാണ്, 13% പെറു, 10% കൊളംബിയ തുടങ്ങി വെനിസ്വേല, ഇക്വഡോർ, ബൊളീവിയ, ഗയാന, ഫ്രഞ്ച് ഗയാന, സുരിനാം എന്നിങ്ങനെയാണ് ആമസോൺ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്ന മറ്റു രാജ്യങ്ങൾ. 55 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആമസോൺ മഴക്കാടുകളുടെ വലുപ്പം. ലോകത്ത് ഏറ്റവും കൂടുതൽ സസ്യ വൈവിധ്യങ്ങളുള്ള ഭൂപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. സാമൂഹിക സാമ്പത്തിക പ്രാധാന്യമുള്ള നിരവധി സസ്യ ഇനങ്ങളാണ് ആമസോൺ വനത്തിലുള്ളത്. നമ്മുടെ നാട്ടിൽ അമൂല്യമായി കരുതുന്നതും കൃഷി ചെയ്യപ്പെടുന്നതുമായ നിരവധി പൂച്ചെടികളും വൃക്ഷങ്ങളും ആമസോൺ വനത്തിലുണ്ട്. അക്കേഷ്യ, മഹാഗണി പോലുള്ള കാട്ടുമരങ്ങൾ മാത്രമല്ല, റബ്ബർ മരങ്ങളും ഈന്തപ്പന വരെയും ആമസോണിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. നമ്മുടെ പൂന്തോട്ടങ്ങളിൽ പരിപാലിച്ചു വളർത്തുന്ന പല പൂച്ചെടികളും ഇലച്ചെടികളും ആമസോൺ കാട്ടിൽ സ്വതന്ത്രമായി വളരുന്നുണ്ട്. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കുമനുസരിച്ച് ഇവിടുത്തെ മരങ്ങളുടെ ഇലകൾ നിറം മാറാറുണ്ട്. തണലും തണുപ്പും മാത്രമല്ല, ഹൃദ്യമായ ദൃശ്യഭംഗി കൂടി സമ്മാനിക്കുന്ന സസ്യങ്ങളാണ് ആമസോണിലുള്ളത്. ലോകത്ത് മറ്റെവിടെയും കാണാത്ത തരം പക്ഷിമൃഗാദികളാൽ സമ്പന്നമാണ് ആമസോൺ മഴക്കാടുകൾ. നമ്മുടെ മൃഗശാലകളിലൊക്കെ വൈവിധ്യം തീർക്കുന്ന പക്ഷിമൃഗാദികളിലും അക്വേറിയങ്ങളിലെ വർണ്ണ മത്സ്യങ്ങളിലുമൊക്കെ ഭൂരിഭാഗവും ആമസോണിന്റെ സംഭാവനയാണ്. വർണ്ണച്ചിറകുള്ള പക്ഷികളും രൂപം കൊണ്ടും ശബ്ദം കൊണ്ടുമൊക്കെ കൗതുകം സൃഷ്ടിക്കുന്ന ജന്തുമൃഗജാലങ്ങളുമൊക്കെ ആമസോൺ വനത്തിന്റെ പ്രധാന ആകർഷണമാണ്. ഇവിടുത്തെ വിഷപ്പാമ്പുകൾക്ക് പോലുമുണ്ട് ഒരു പ്രത്യേക സൗന്ദര്യം.
ഭൂമിയിൽ ആകെയുള്ള ഓക്സിജന്റെ 20% ഉൽപ്പാദിപ്പിക്കുന്നത് ആമസോൺ മഴക്കാടുകളിലാണ്. കൂടാതെ ഭൂമിയിലെ പൊടിപടലങ്ങളിൽ ഭൂരിഭാഗവും ആമസോൺ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ പ്രത്യേകതകൾ ഉള്ളതിനാൽ ആമസോൺ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയേറെ കൗതുകങ്ങളും സൗന്ദര്യവുമൊക്കെയുള്ള ഭൂപ്രദേശമാണ് ആമസോൺ മഴക്കാടുകളെങ്കിലും അവിടേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. ഒട്ടേറെ അപകടങ്ങളും ആമസോണിനുള്ളിൽ പതിയിരിക്കുന്നുണ്ട്. ചെറിയ തരം വിഷപ്പാമ്പുകൾ മുതൽ ഭീമാകാരന്മാരായ അനാക്കോണ്ടകൾ വരെ ആമസോണിൽ ഭീതി പരത്തും. പുലിയുമായി രൂപസാദൃശ്യമുള്ള ജാഗ്വാറുകൾ ഏറെ അപകടകാരികളാണ്. കറുത്ത ചീങ്കണ്ണി, പ്യൂമ എന്നിവയും വനത്തിൽ പതിയിരുന്ന് ആക്രമിക്കുന്നവയാണ്. വെള്ളത്തിൽ ഇരയെ ബോധം കെടുത്താനോ കൊല്ലാനോ പോലും ശേഷിയുള്ള വൈദ്യുത ഷോക്കടിപ്പിക്കുന്ന ഇലക്ട്രിക് ഈലുകളും മനുഷ്യനെ കടിച്ചു കൊല്ലാനും തിന്നാനും ശേഷിയുള്ള പിരാന മത്സ്യങ്ങളും ഇവിടുത്തെ ജലാശയങ്ങളിലുണ്ട്. കൊടിയ വിഷമുള്ള അമ്പ് തവളകൾ മുതൽ 8 കാലി വരെയുള്ള വിഷജീവികളും പേവിഷം പരത്താൻ കഴിവുള്ള വാമ്പയർ വവ്വാലുകളും അപകടകാരികളാണ്. മാരക രോഗങ്ങൾ പരത്തുന്ന പലതരം ജീവികളും ആമസോൺ വനത്തിലുണ്ട്. വനത്തിന് കുറുകെയുള്ള തോടുകളും നദികളും മലകളും കൊക്കകളുമൊക്കെ വനയാത്രയ്ക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കും. ആമസോണിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ പുറം ലോകത്തെ മനുഷ്യർ ഭയപ്പെട്ടിരുന്നു. ആമസോൺ വനത്തിലെ നിഗൂഢ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്ര ആരംഭിക്കുന്നത് 1542-ലായിരുന്നു. അന്നു മുതൽ ചില ഗവേഷകർ ആമസോണിനുള്ളിലൂടെ അതിസാഹസികമായി നടത്തിയ യാത്രകളിൽ കണ്ടെത്തിയത് കേട്ടറിഞ്ഞതിനേക്കാൾ അതിശയകരമായ അറിവുകളായിരുന്നു. അവർ പകർത്തിയ ദൃശ്യങ്ങളും പകർന്നു നൽകിയ അറിവുകളും നമ്മെ ആനന്ദിപ്പിക്കുമെങ്കിലും ഘോര വനത്തിനുള്ളിൽ അവർ തരണം ചെയ്തത് അതിഭയാനകരമായ മുഹൂർത്തങ്ങളായിരുന്നു. പുറം ലോകമറിയാതിരുന്ന പല അറിവുകളും കാണാതിരുന്ന പല കാഴ്ചകളും ഇരുൾ മൂടിയ വനാന്തരത്തിലൂടെ അവർ നടത്തിയ സാഹസിക യാത്രകൾ നമുക്ക് കാട്ടിത്തന്നു. ഇത്രയേറെ അപകടങ്ങളും ഭയാനകമായ പശ്ചാത്തലങ്ങളുമൊക്കെ തരണം ചെയ്ത് നിരവധി പേർ ആമസോൺ വനത്തിനുള്ളിലേക്ക് സാഹസിക യാത്ര നടത്തിയിട്ടുണ്ട്. 1542-ൽ യൂറോപ്യനായിരുന്ന ഫ്രാൻസിസ്കോ ഡി ഒറീല്ലാനോ ആയിരുന്നു ആദ്യമായി ആമസോണിലേക്ക് സാഹസിക യാത്ര നടത്തിയത്. അതിനുശേഷം പലരും ജീവൻ പണയം വെച്ച് വർഷങ്ങളോളം നീണ്ട ഗവേഷണങ്ങൾ ആമസോൺ വനത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ പുറത്തുവിട്ട വിശ്വസിക്കാനാകാത്ത വിവരങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ ഏവർക്കും നന്ദി.